ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഞാൻ വന്നിട്ടേ ഇതുവരെ നമ്മളെ ബോസിനൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടന്റെ ആ സങ്കടം ഇന്ന് തീരും. ജെഡി ഇന്നിവിടെ എത്തിയിരിക്കും. പൂർണിമ പാവാണ്. അവൾക്ക് ധ്വനിയ ജീവനാ. എനിക്കും അങ്ങനെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചെടുത്തത്. അതെല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ശരിയായിരിക്കും. പക്ഷേ ഒരുപാട് ആലോചിച്ച കണക്കൂട്ടലുകൾ നടത്തി നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോ ഒന്നും ആലോചിക്കാത്ത അച്ഛന്റെ അമ്മയുടെ സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സിനെ നിങ്ങൾ മറന്നുപോയി. മോളുടെ അടുത്ത് നിന്നോ പൂർണിമയുടെ അടുത്ത് നിന്നോ മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നു പോയതാ. എനിക്ക് വേറെ വഴിയില്ല. ടീച്ചർ ഇതാ അവിടെ. മിടുക്കൻ. ഒരു മിനിറ്റ്. ഹലോ ജെഡി, ആ ജേർണലിസ്റ്റിന് കൊടുക്കാനുള്ള സാറ്റലൈറ്റ് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കൊടുത്തോളൂ. ഓക്കെ, അത് ഞാൻ മറ്റേ ആളെ ഏൽപ്പിക്കാം. ശരി. ഓക്കെ. സോറി. അതൊന്നും സാരമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മോളെ ഇങ്ങനെ വന്നൊന്ന് കാണാൻ സമ്മതിച്ചാ മതി. അതിനെന്താ, ഇവിടെ വന്ന് കണ്ടോളൂ. ബ്രേക്ക് ടൈമിന് വന്നാ മതി. അച്ഛൻ പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ. ഹലോ. ഹലോ, അന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓ, എവിടെ വന്നാ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാ ഞങ്ങൾ കൊണ്ടുവരാം. ഞാനത് വാങ്ങി എന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനത് കൊടുക്കേണ്ട ആളോട് എപ്പോ കാണാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ. അതറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഓക്കെ, അത് മതി. ഓക്കെ. അളിയാ, ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്രസേന വരുമെന്ന് ചന്ദ്രമതി പറഞ്ഞിരുന്നു. ആണോ? ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാന്ന് കരുതിയതാ. ഈ ചന്ദ്രമതി നശിപ്പിച്ചു. ദുബായിൽ നേരെ ഇങ്ങോട്ടാണോ വരുന്നത്? ഏയ് അല്ല, ഞാൻ ഫാം ഹൗസിൽ പോയി. അവിടെ നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. അല്ലേ, നില്ല, ഞാൻ എന്റെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ആയിക്കോട്ടെ. ഈ പെട്ടി എടുക്കാണ്. ഇനി എന്തരാ, ഞാൻ എടുത്തോ. ചന്ദ്രമതി ഏട്ടാ, സുഖനല്ലേ? സുഖാണ്. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്.
ഇതാര് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നൂടെ? ചന്ദ്രേട്ടാ ഓടി ഇങ്ങോട്ട് വരാനായിട്ടേ നാട്ടില് ഭാര്യയും മക്കളൊന്നും കാത്തിരിപ്പില്ലല്ലോ. ഓ. ഒറ്റ തടി പരമസുഖം. ഉം, എവിടെ വേണമെങ്കിലും ഇഷ്ടം പോലെ കറങ്ങി നടക്കാം അല്ലേ? ഉം. എന്നാലും പെങ്ങളെ കാണാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരാലോ. അതല്ലേ ഞാനിവിടെ വന്നത്. ആ നല്ല ചേച്ചി, സുഖമല്ലേ ചേച്ചി? ആ സുഖം. ഇങ്ങനെയൊക്കെ പോകുന്നു. ആ. പൃഥ്വിയുടെ കല്യാണ നിശ്ചയം അറിഞ്ഞിട്ടാണോ ചന്ദ്രൻ വന്നത്? ആ, ഞാൻ അല്ലെങ്കിലും വരാതിരുന്നതാ. പിന്നെ നിശ്ചയത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ ടിക്കറ്റ് കുറച്ച് നേരത്തെ ആക്കി. അല്ല, വന്നപാടെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ. ആ. പെട്ടിയെ കണ്ടിട്ടേ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നീ വാ വാ. ദാ. ചേച്ചി ദാ. ഇതെന്താ ഇങ്ങനെ? അറിയാ പെങ്ങളെ, ദാ. ഇതെന്താ ഇങ്ങനെ? ചോക്ലേറ്റ് മാത്രമല്ലോ, അതും ഇങ്ങനെ? ഏയ്, പഴയതുപോലെ അല്ല. വില കൂടിയതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാത്തിനും കസ്റ്റംസ് ഡ്യൂട്ടി, ടാക്സ്, GST, ഫൈൻ. ഓ, ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കും. എന്റെ ബ്രദേഴ്സും പുറത്തുണ്ട്. അവര് വരുമ്പോഴും ഈ പ്രശ്നമില്ലേ? അതെ, എല്ലാരും വരുമ്പോ പ്രശ്നങ്ങളൊക്കെ ഒരുപോലെ തന്നെ. പിന്നെ എനിക്ക് ഇവർക്കൊന്നും 10ന്റെ പൈസ കൊടുക്കുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ കൊടുത്ത അന്ന് രാത്രി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനേ പറ്റില്ല. അതെ, ഈ ചോക്ലേറ്റ് കിറ്റൊക്കെ കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ അതിങ്ങനെ കുറേശ്ശെ തരുന്ന എന്താണെന്ന് വെച്ചാ, നമ്മളെ ഈ പ്രായത്തിലധികം ചോക്ലേറ്റ് അടിക്കാൻ പാടില്ല. ആ, ഡയബറ്റിക് ആവും. എല്ലാത്തിനും ഒരു പ്രിക്കോഷനൊക്കെ വേണ്ടേ? എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് ചന്ദ്രേട്ട ഓരോ സാധനം വാങ്ങിച്ചോണ്ട് വരുന്നത്. സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല അളിയ. ഞാനായതുകൊണ്ടല്ലേ. അതെ അതെ അതെ. അതെന്നത്തെയും സെയിം മെയിൽ തന്നെ പോണേ. അല്ല, ഞാൻ വന്നിട്ടേ ഇതുവരെ നമ്മളെ ബോസിനൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടന്റെ ആ സങ്കടം എന്ന് തീരും. JD ഇന്നിവിടെ എത്തിയിരിക്കും. കുട്ടേട്ടൻ എന്തു പറ്റി? ഇത്രയും നേരം ചീഫ് ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ ഒരു സല്യൂട്ട് പോലും ഇല്ല. സർ,